ആദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ കളിക്കുകയാണ് കേരള ടീം. കരുത്തരായ വിദർഭയ്ക്കെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് ഫൈനൽ. ബുധനാഴ്ച ആരംഭിച്ച കലാശ പോരാട്ടത്തിനുള്ള കേരള ടീമിൽ ഒരു സർപ്രൈസ് താരവും ഉൾപ്പെട്ടിരുന്നു. കൗമാര പേസർ ഈതൻ ആപ്പിൾടോം ആയിരുന്നു അത്. ഗുജറാത്തിനെതിരായ സെമി ഫൈനലിൽ കളിച്ച യുവ ബാറ്റർ വരുൺ നായനാർക്ക് പകരമായിരുന്നു ഫൈനലിൽ ഈതൻ ആപ്പിൾടോമിനെ കേരളം കലാശ പോരാട്ടത്തിൽ കളിക്കാനിറക്കിയത്. രഞ്ജി ട്രോഫി പോലൊരു ടൂർണമെന്റിന്റെ ഫൈനലിൽ കളിക്കാൻ ലഭിച്ച സുവർണ അവസരം ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഈതൻ തീപ്പൊരി പ്രകടനവുമായി വിദർഭയെ വിറപ്പിക്കുകയും ചെയ്തു. 3 വിക്കറ്റുകളാണ് മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഈതൻ നേടിയത്. ഓപ്പണറായി കളിച്ച ധ്രുവ് ഷോറയായിരുന്നു ഈതന്റെ ആദ്യ ഇര. പിന്നീട് വിദർഭയുടെ പ്രധാന ബാറ്റർമാരായ യഷ് റാത്തോഡിനെയും നായകൻ അക്ഷയ് വഡ്കറിനെയും ഈ കൗമാര പേസർ വീഴ്ത്തി. എന്തായാലും ഫൈനലിൽ കേരളം നടത്തിയ ഈ നീക്കം വിജയിച്ചെന്ന് നിസ്സംശയം പറയാം. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം ഇറക്കിയ ഈ സർപ്രൈസ് പാക്കേജിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള തിരച്ചിലിലാണ് ഇപ്പോൾ ആരാധകർ. രഞ്ജി ട്രോഫി ഫൈനലിൽ കളിക്കുക എന്നത് ഏതൊരു ഇന്ത്യൻ ക്രിക്കറ്ററുടെയും സ്വപ്നമാണ്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഈതനെ തേടി ഈ സുവർണാവസരം എത്തിയിരിക്കുന്നത്. 2005 ജൂലൈ 2-ാം തീയതി ജനിച്ച ഈതൻ ആപ്പിൾടോമിന് രഞ്ജി ഫൈനലിൽ ഇറങ്ങുമ്പോൾ 19 വർഷവും 239 ദിവസവുമാണ് പ്രായം. വരും വർഷങ്ങളിൽ കേരളത്തിന്റെ പേസ് ബൗളിംഗിൽ പ്രോമിസിംഗ് താരമായി ഈതൻ മാറുമെന്നാണ് കരുതപ്പെടുന്നത്. രഞ്ജി ഫൈനലിൽ കേരളത്തിന്റെ ബൗളിംഗ് ഓപ്പൺ ചെയ്ത ഈതൻ ഒരു ബൗളിംഗ് ഓൾറൗണ്ടറാണ്. ഇതുവരെ 2 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളാണ് ഈതൻ കളിച്ചിട്ടുള്ളത്. അതിൽ 16 റൺസും 7 വിക്കറ്റുകളുമാണ് സമ്പാദ്യം. മറ്റ് ആഭ്യന്തര ടൂർണമെന്റുകളിൽ ബാറ്റിംഗിൽ ശ്രദ്ധേയ പ്രകടനങ്ങളും ഈതൻ കാഴ്ചവെച്ചിട്ടുണ്ട്. സത്യത്തിൽ രഞ്ജി ട്രോഫി ഫൈനലിൽ ഈതൻ ആപ്പിൾടോമിനെ കളിപ്പിക്കാനുള്ള കേരളത്തിന്റെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. താരത്തിന്റെ പരിചയസമ്പത്ത് തന്നെയായിരുന്നു ടീമിലേക്ക് സ്ഥാനം നൽകുമ്പോൾ ആശങ്കയുണ്ടാക്കിയിരുന്ന പ്രധാന വിഷയം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 2 മത്സരങ്ങളുടെയും ലിസ്റ്റ് എ ക്രിക്കറ്റിൽ 1 മത്സരത്തിന്റെയും പരിചയം മാത്രമാണ് ഈതൻ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ വിജയ് ഹസാരെ ട്രോഫിയിലാണ് ഈതൻ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ അരങ്ങേറിയത്. ബറോഡയ്ക്കെതിരെ നടന്ന കളിയിൽ 1 വിക്കറ്റും 17 റൺസുമാണ് താരം നേടിയത്. 2022-ൽ തന്റെ 16-ാം വയസ്സിലായിരുന്നു ഈതൻ ടോം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. മേഘാലയക്കെതിരായ അരങ്ങേറ്റ മത്സരത്തിൽ 6 വിക്കറ്റുകൾ നേടാൻ താരത്തിനായി. ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റുകളും 2-ാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റുകളുമായിരുന്നു ഈതൻ വീഴ്ത്തിയത്. തന്റെ 2ാമത് ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ ഗുജറാത്തിനെതിരെ 1 വിക്കറ്റ് മാത്രമായിരുന്നു സമ്പാദ്യം. എന്തായാലും കേരള ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ആദ്യ രഞ്ജി ട്രോഫി ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത്. മികച്ച പ്രകടനം നടത്തിയാണ് കേരളം ഫൈനലിലെത്തിയത്. വരും ദിവസത്തെ മത്സരത്തിലും കേരളത്തിന്റെ കിടിലൻ പ്രകടനമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 335 റൺസ് എത്തിയപ്പോഴേക്കും 9 വിക്കറ്റുകൾ നഷ്ടമായ വിദർഭ 379 റൺസിന് ഓൾ ഔട്ട് ആയിരിക്കുകയാണ്.